അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രചാരണ വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് തിരിച്ചടിയാകാതിരിക്കാൻ നീക്കങ്ങളുമായി കോൺഗ്രസ് കൂടി രംഗത്തെത്തുന്നു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. രാഹുൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഉയർത്താനാണ് LDFന്റെ നീക്കം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് യുക്തമായ നടപടി എടുത്തു കഴിഞ്ഞു. പാർട്ടിക്ക് ഇനി രാഹുലിന്റെ വിഴുപ്പ് ചുമക്കാനുള്ള ബാധ്യതയില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഇത് തന്നെ ഒരു പ്രചാരണ ആയുധമാക്കാനും തെരഞ്ഞെടുപ്പിൽ സജീവമാക്കി നിലനിർത്താനും LDF ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് വാസ്തവം. ഇനിയുള്ള പ്രചാരണം എങ്ങനെയായിരിക്കും? ജിൽസി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രഖ്യാപനം തുടങ്ങുന്ന സമയത്ത് UDFന് അനുകൂലമായ ഒരു കളം ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായി ഉയർന്ന ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ ഒരു മൈൻഡ് പൊതുവെ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഒരു വിലയിരുത്തൽ. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ഉയർന്നു വരികയും മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം പൊതുയിടങ്ങളിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമായിരുന്നു. ഇത് UDFന് കോൺഗ്രസിന് വലിയ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ പൊതുവെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല UDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ UDFലെ ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ടൊരു നടപടി വേണമെന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് KPCCക്ക് തന്നെ പരാതി വരുന്നത്. പിന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസും തീരുമാനിക്കുന്നു. അങ്ങനെ രാഹുൽ പുറത്തേക്ക് പോകുന്നു, രാഹുൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. സ്വാഭാവികമായും ഇനി രാഹുൽ ചെയ്തത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, അത് അയാളുടെ വ്യക്തിപരമായ അയാളുടെ ജീവിതത്തിലുണ്ടായ ചെയ്തികളാണ്, പ്രവൃത്തികളാണ്. അതുകൊണ്ട് ആ ഭാരം കോൺഗ്രസിന് മേൽ കെട്ടിവെക്കേണ്ടതില്ല, അത് ചുമക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ നമ്മളോട് പ്രതികരിക്കുമ്പോൾ K മുരളീധരൻ തന്നെ അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അയാളെ പാർട്ടി പുറത്താക്കുന്നതോടുകൂടി ആ ബാധ്യത കോൺഗ്രസിന് ഒഴിയുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അതിനിയും ആ പ്രചാരണ രംഗത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് രാഹുൽ വിഷയം വീണ്ടും കൊണ്ടുവരേണ്ട, ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത പോലും കോൺഗ്രസിന് ഇല്ല എന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട്. ഇനി MLA സ്ഥാനമാണ്. ആ MLA സ്ഥാനം ഒന്നെങ്കിൽ അയാൾ സ്വയം രാജിവെക്കുക, അല്ലെങ്കിൽ സ്പീക്കർക്ക് കത്ത് നൽകും. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്താക്കുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് എന്നതാണ് ഒരു കോൺഗ്രസ് നിലപാട് ഈ വിഷയത്തിൽ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോടുകൂടെ അതിലൊരു ചോദ്യമോ ഉത്തരമോ ഒന്നും ഇനി ഉന്നയിക്കാനുള്ള കാര്യം കോൺഗ്രസിനില്ല എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണമാവുക എന്നുകൂടി കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്.